ഗൈസ്, ഞാൻ പറഞ്ഞില്ലല്ലോ, കുറച്ച് സമയം മുമ്പ് നമ്മൾ കുറേ അപ്ഡേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. അപ്ഡേറ്റ് അല്ലല്ല, സോറി, നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ഒക്കെ ആയിരുന്നു. നമ്മുടെ കയ്യിൽ ഷീൽഡൊക്കെ വന്ന്, പിന്നെ നമുക്ക് ഒരു പട്ടിക്കുട്ടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ഇവിടെ ഇച്ചിരി ഇതൊക്കെ ഇട്ട്, പിന്നെ നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. നമ്മൾ എന്താണ് മറ്റേ അയണിൻ്റെ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കി, പിന്നെ അങ്ങനെ കുറേയൊക്കെ ഉണ്ടാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പട്ടിക്കുട്ടീനെ കാണിച്ചിട്ടെ. പിന്നെ ഒരു വലിയൊരു കാര്യമുണ്ട്. നമ്മൾ മറ്റേ ഒരു വലിയൊരു ബേസ് മീൻസ് വലിയൊരു കേവില്ലേ, അതിൻ്റെ അകത്ത് പോകാൻ വേണ്ടിയുള്ള വഴി വരെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. എൻ്റെ പട്ടിക്കുട്ടി എന്ത് ചത്ത് കാണും പാവം. ഇല്ല, ഇവിടെ ഉണ്ട്. എത്ര ഉണ്ടതാ ഹെൽത്ത് നിനക്ക്? ആണാവല്ലോ, ആണോ? കഴിക്കോ നീ? ചത്ത് കേട്ടൊന്നുമില്ല. ക്രീപ്പർ വീണ്ടും കൊന്നിരിക്കുന്നു. ഓക്കെ അപ്പോൾ എന്തായിരുന്നു പറഞ്ഞു തന്നെ? നമ്മുടെ കയറില്ലേ, അത് നമ്മൾ പിന്നെ വേറെ ഇവൻ്റെ മറ്റേ ലാമ അങ്ങനെ എന്തൊക്കെ പറഞ്ഞുള്ള സാധനം ചത്തുപോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കേവില്ലേ, ഈ കേവിൻ്റെ ഉള്ളിലോട്ട് തിരിച്ച് കയറാനൊക്കെ ഇത്തിരി പാടല്ലേ. നേരത്തെയൊക്കെ കുറേ ബ്ലോക്സ് വെച്ചായിരുന്നു നമ്മൾ കയറിയത്. പക്ഷേ ഇന്ന് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അതാണ് നമ്മളുടെ ഇത് വെച്ച് നമുക്ക് പോകാൻ കഴിയുന്നതാണ്. നമ്മൾ മൂഞ്ചിരിക്കുന്നു. ഭയങ്കര സീക്രറ്റ് ആയിട്ടാണ് ഞാനിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കണ്ട ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഒഴുകി വരാനൊക്കെ പറ്റും. കണ്ടില്ലേ, അങ്ങ് താഴെ വരെ ഉണ്ട്, അത് വരെ അവിടെയൊക്കെ ഉണ്ട്. സോ നമുക്കിനി ഈസിയാണ് വരാനും പോകാനും ഒക്കെ. നമുക്കിവിടെ ഒരു ടോർച്ചൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കാം. പിന്നെ വെള്ളമൊഴുക്ക് ഒരിക്കലും നിർത്താൻ പാടില്ല നമ്മൾ, കാരണം അതങ്ങനെയാണ്. ചേടാ, ഈ സാധനമൊന്നും വേണ്ട. ചേടാ, ഇത് കയറാനും പറ്റണില്ല, ഭയങ്കര ലോക്ക്. അപ്പം ഇനി എന്താ ചെയ്യുക? അപ്പം അതിനർത്ഥം ഞാൻ പെട്ടു എന്ന് തന്നെയാണ്. സോ നമുക്ക് ഇതിപ്പോൾ വേണ്ട. എന്തായാലും ഏറൊക്കെ പൊട്ടും. ഇതൊക്കെ ഇപ്പം നല്ല വലിയൊരു വിലവെടുപ്പ് പോലത്തെ ഉള്ളൊരു സാധനമാണ്. ഈ സാധനം ആദ്യം മാറ്റണം. ഈ സാധനം വേണ്ട. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ ഈ സാധനം ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിപ്പിക്കുകയാണെങ്കിലോ, ഇങ്ങനെ പിടിപ്പിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. അപ്പം ഇതും ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മളെന്തിനാ ഇത് ചെയ്യണം? ഇതങ്ങോട്ട് പൊട്ടിച്ച് കള. പിന്നെ നമ്മൾ പട്ടിക്കുട്ടിക്ക് ഒരു കുഞ്ഞ് ബേസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതാകുമ്പോഴേ കണ്ട പെട്ടെന്നല്ലേ, ഈസി അല്ലേ കയറാനില്ലല്ലോ. എന്തായാലും ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി പിന്നെ ഞാൻ കുറേ വട്ടം ചത്തായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ XP കുറഞ്ഞിരിക്കുന്നത്. സോ ഇനി നമുക്ക് കുറേ പരിപാടിയൊക്കെ ഉണ്ട്. കുറേ വുഡ് വേണം, ഇനിയും കുറേ കോളൊക്കെ അവിടെയുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം, ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം, ഈ സോംബീസില്ലേ. സോംബീസൊക്കെ എൻ്റെ ആർമറൊന്നുമില്ല, അതാണ് സത്യം. സോ വി നീഡ് സോ മെനി ആർമർ. ഫോർ ദാറ്റ് വി നീഡ് സോ മെനി കൗസ്. ഇംഗ്ലീഷ് അത്ര പിടുത്തമൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ നമുക്ക് കൗസാണിപ്പോൾ വേണ്ടത്. പശു, അവിടെ നോക്കാം. പശുവാണ് നമുക്കിപ്പോൾ വേണ്ടത്. പക്ഷെ പശുവിനെ ഇപ്പോൾ കാണുന്നില്ല.
ഇവന് നമ്മളെന്തെങ്കിലും പേരിടണ്ടേ? ഇവന് നമുക്ക് എന്തിടും? അതൊന്നും വേണ്ട, കുഴപ്പമില്ല. പട്ടിയല്ലേ, അതിന് സ്വയമായിട്ടൊരു പേരുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നോക്കിയിട്ട് പശുവിനെ ഒന്നും കാണുന്നില്ല. കുഴപ്പമില്ല. ഐഡിയ ആടല്ലേ അത്? ആട്ടുകൊമ്പ. ഒരു സത്യം പറയട്ടെ, ഞാനുണ്ടല്ല ആട്ടുമ്പൻ്റെ വലിയൊരു ഫാനാണ്. സത്യമായിട്ട് വലിയൊരു ഫാനാണ്, ഭയങ്കര വലിയ ഫാനാണ്. പിന്നെ പശുവിനെയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. പശുവിനെ നമ്മൾ കൊന്നെടുക്കണം. കുറേ നേരം എടുക്കും. നമ്മൾ ഇത്രയൊക്കെ ആയി വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടെന്നൊക്കെ ആവണം. ഇത് ഫ്ലാഷാണ്. ഇതേ ഒരു കുഞ്ഞാട്, മറ്റേതിൻ്റെ അമ്മ കൊച്ചേരി. പക്ഷെ എനിക്കത്ര പാവം തോന്നുന്നില്ല. ഞാനൊരു ക്രൂരനാണ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് നമുക്കിനി നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് വേണം എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡാണ്. നമ്മൾ കേറി പോകുമ്പോഴത്തേക്കൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഫുഡ്. ഫുഡില്ലെങ്കിൽ നമ്മുടെ കാര്യം ഒരു കഥയായിരിക്കും. കാരണം എനിക്ക് പറഞ്ഞിടാ, കാരണം നമ്മുടെ സോറി എനിക്ക് ഫുഡ് തരാം. സോറി കേട്ടോ. അങ്ങനത്തെ ആവശ്യമില്ല. അപ്പോൾ ഇത് ചാവില്ലല്ലേ? ഓക്കെ. അയ്യോ, സ്ഥലം ഏതായിരുന്നു? ഇങ്ങോട്ടേക്കല്ലേ? അതെ, ഇങ്ങോട്ടേക്കാണ്. ഒരു ഓക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലാം. വരൂ, നമുക്ക് വീട്ടിൽ ചെല്ലാം. ഇതെന്താ എത്താത്തേ? പശുമ്പ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പശുമ്പേൻ്റെ വലിയൊരു ഫാനാണെന്നൊക്കെ. അവിടെ ഒരു പശുമ്പ, ഇവിടെ ഒരു പശുമ്പ. ഓക്കെ, എങ്ങനെയൊക്കെ പോയാലും സ്പീഡിൽ പോകുന്നില്ല. ഏതായാലും നമ്മളിപ്പോൾ ഇതോടെ നമ്മൾ കളി നിർത്തുകയാണെന്നല്ല, മീൻസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും തുടങ്ങുന്നതാണ്. നമുക്ക് ഒന്നും കൂടെ മറ്റേ ഇതൊക്കെ ഇടണ്ടേ, ഈ സാധനം. ഓക്കെ, ഇതൊക്കെ എന്താ ഇനി നമുക്ക് വേണ്ടതാണ് ഈ സാധനം. അത് നമുക്ക് ഉണ്ടാക്കാം. അയ്യാ, സുന്ദരനായി. ഇതിൻ്റെ ആവശ്യമില്ലൊന്നും കേൾക്കണ്ട. ഇങ്ങനെ ചാടിയാൽ പോരെ? പറ്റൂലല്ലേ? ലാഡർ വേണം. പിന്നെ അതെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ബ്രോൺസ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ സുഹൃത്തുക്കളെ, നന്ദി. കണ്ടേനി.